सूरदास, उनका जन्म 1478 में रुनकता या रेणुका क्षेत्र में हुआ। कुछ विद्वान उन्हें दिल्ली के पास सीही नामक गांव का मानते हैं। यह प्रसिद्ध है कि वह 4 वर्ष की अल्पायु में ही विरक्त हो गए थे। उन्होंने मथुरा और वृंदावन के बीच गौघाट नामक स्थान पर निवास बना लिया था। वे विलक्षण गायक थे। उनकी ख्याति शीघ्र ही दूर दूर तक ഫയൽ ഗയി വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തി. उसी में भंजकर महाप्रभु വല്ലഭാചാര്യ വഹാ ആയെ എന്നുവെച്ചാൽ ഇത് കേട്ടറിഞ്ഞ് അവിടെ മഹാപ്രഭു വല്ലഭാചാര്യ അദ്ദേഹത്തിന്റെ അടുത്തെത്തി. उन्होंने सूरदास को अपना शिष्य बना लिया तथा श्रीनाथ के मंदिर में भजन कीर्तन के लिए नियुक्त कर दिया. വെച്ചാൽ അദ്ദേഹം ഇയാളെ തേടിയെത്തിയിട്ട് അദ്ദേഹത്തിന് സൂർദാസിനെ അദ്ദേഹത്തിന്റെ ശിഷ്യനാക്കി. ആരുടെ? വല്ലഭാചാര്യ. അദ്ദേഹം അപ്പൊ വലിയ ശ്രേഷ്ഠനായിട്ടുള്ള ഏതെങ്കിലും ആചാര്യനായിരുന്നു. അപ്പം പുള്ളിക്കാരൻ സൂർദാസിന്റെ കീർത്തിയെ കേട്ടറിഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്തെത്തിയിട്ട് सूरदासिന്റെ അടുത്തെത്തി. എന്നിട്ട് उन्होंने सूरदास को अपना शिष्य बना लिया. ശിഷ്യനാക്കി. ശിഷ്യനാകുമല്ല ചെയ്ത, വല്ലഭാചാര്യരുടെ ശിഷ്യനാക്കപ്പെട്ടു. ആര്? വല്ലഭാചാര്യരുടെ സൂർദാസ്. എന്നിട്ട് എന്ത് ചെയ്ത്? തഥാ കൂടെ ശ്രീനാഥ് കെ മന്ദിർ മേ ഭജൻ കീർത്തൻ കെ ലിയെ നിയുക്ത് കർ ദിയ. എന്നിട്ട് ആ ശിഷ്യന് എന്താ പണി കൊടുത്തത്? ശ്രീനാഥിന്റെ മന്ദിർ ക്ഷേത്രത്തില് ഭജൻ കീർത്തൻ കെ ലിയെ നിയുക്ത് കർ ദിയ. സൂർ ജന്മാന്തദേയ ബാദ് മേ അന്ധേ ഹോ ഗയേ. കറക്റ്റ് ആയിട്ടുള്ള കാര്യം അറിയില്ല, എന്നാലും സൂർ ജന്മന അന്ധനായിരുന്നോ അല്ലെങ്കിൽ കുറച്ച് ജനിച്ചതിന് ശേഷം അന്ധനായി പോയോ, അന്ധനാക്കപ്പെട്ട ഒരു മനുഷ്യൻ, ചില അന്ധനായ ഒരു മനുഷ്യനായിരുന്നു. ചില കണ്ണ് കാണാൻ പാടില്ലായിരുന്നു എങ്ങനെയാണെങ്കിലും. അത് ജന്മനേ ഉള്ളതാണോ, ജന്മം കിട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണോ അതറിയില്ല. അതാണ് പറഞ്ഞത് സൂർ ജന്മാന്തദേ या बाद में अंधे हो गए. इस बारे में विद्वानों में मतभेद है. അത് ഇതുവരെയായിട്ടും അത് ഒരു അഭിപ്രായ വ്യത്യാസം. मतभेद എന്ന് വെച്ചാൽ എന്താ? അഭിപ്രായ വ്യത്യാസമുണ്ട്. वास्तव में उन्होंने अपने पदों में यमुना का किनारा, कंदब का पेड़ और രംഗോ का जैसे वर्णन किया है. അദ്ദേഹം എങ്ങനെയായാലും ഈ ഡൽഹിയിലാണ്, യമുനയിലാണ്, തീരത്താണ് എന്നുള്ളതിന് കാരണം ആയിരുന്നു എന്നതിന് കാരണം പറയാൻ കാരണം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ പദമെന്നല്ലേ പറയുന്നത് എഴുതുന്ന ഈ രചനകളെ. അദ്ദേഹത്തിന്റെ പദങ്ങളിൽ എന്തുണ്ടായിരുന്നു? യമുനയെ കുറിച്ചിട്ടും എന്നുവെച്ചാ യമുനയുടെ തീരങ്ങൾ, യമുന കാത്തിക്കിനാര, യമുനയുടെ തീരങ്ങളെ കുറിച്ചും, കന്തബ് ക പേടും, അവിടുത്തെ കന്തബ്, അവിടെ കാണപ്പെടുന്ന കന്തബ് എന്ന് പറയുന്ന പേടിനെ കുറിച്ചിട്ടും ഒക്കെയാണ്. പിന്നെ അവിടുത്തെ നിറങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ്. എന്നുവെച്ചാൽ എനിക്കാണോ ഹോളിയാണോ എന്തോ നിറങ്ങളെ കുറിച്ചിട്ടും നിറങ്ങളെ കുറിച്ചിട്ടും ഉണ്ടായിരുന്ന വർണ്ണനകളായിരുന്നു അദ്ദേഹത്തിന്റെ പദങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഉസേ ദേഖ് കർ ഉന്നെ ജന്മാന്ത് നഹി കഹാ ജാ സക്ത. അദ്ദേഹത്തെ കണ്ടാല് ജന്മന അന്ധനാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സൺ ചില ഇയർ 1583 में परसोली में उनका देहांत हो गया. അദ്ദേഹം എന്നാണ് മരിച്ചതപ്പം? ദേഹാന്ന് വെച്ചാല് മരണപ്പെട്ടു. എന്നാണ് മരണപ്പെട്ടത്? 1583. ജനിച്ചത് എന്നാണെന്നാ പറയുന്നത്? 1478. 1478 1583 എന്ന് പറയുമ്പോഴത്തേക്ക് 90 ഇയേഴ്സിനേക്കാൾ മുകളിൽ ജീവിച്ചില്ലേ? ഇല്ലേ? കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. അപ്പൊ ഇയർ 1583 നിന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്.
പാർസോളി में उनका देहांत हो गया എന്ന് വെച്ചാൽ 105 ഇയേഴ്സ് വരെ ജീവിച്ചു എന്ന്. നമ്മൾ വിക്കിപീഡിയയിൽ നോക്കുമ്പോഴത്തേക്കും കാണുന്ന 1561നും 1583ക്കും ഇടയിൽ എപ്പോഴോ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ടുണ്ടെന്നാണ് എഴുതിയേക്കുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ജനിച്ചത് 1478, മരണം നടന്നിരിക്കുന്നത് 1583 എവിടെയാണ്? പാർസോളിയിലാണെന്ന് പറയുന്നത്. ഓക്കെ. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ രചന ഏതൊക്കെയാന്ന് പറയുക. സൂർക്കി പ്രാമാണിക് രചനായും 3 ഹെ. പ്രഖ്യാതമായ 3 രചനകളാണ് അദ്ദേഹത്തിന്റെ ഉള്ളത്. സൂർ സാഗർ, സാഹിത്യ ലഹരി ഓർ സൂർ സാരാവലി. എന്തൊക്കെയാണ്? സൂർ സാഗർ സാഹിത്യ ലഹരി और सूर सारावली. सूर सागर उनकी कीर्ति का मुख्य आधार है. അപ്പൊ അദ്ദേഹത്തിന്റെ കീർത്തി, അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു ബഹുമതികൾക്ക് ഏറ്റവും അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള കൃതി ഏതാണെന്നാ പറയുന്നത്? സൂർ സാഗർ ആണ് ഉനിക്ക് കീർത്തി കാ മുഖ്യ ആധാർ. കാവ്യഗത വിശേഷതായെ അദ്ദേഹത്തിന്റെ എന്താ പറയണതിന്, അദ്ദേഹത്തിന്റെ ഇതിനെ എന്താ നമ്മൾ പറയുന്നത്? പദോ. അദ്ദേഹത്തിന്റെ പദങ്ങളുടെ വിശേഷത എന്താന്ന് പറയാ? അദ്ദേഹത്തിന്റെ പദങ്ങളിൽ ഇരുന്ന കാവ്യാത്മക വിശേഷതായ എന്താ? അദ്ദേഹത്തിന്റെ കാവ്യാത്മക വിശേഷതായ എന്താന്ന് ഇനി പറയാണ്. സൂർദാസ് മൂലതഃ ഭക്ത് ഹെ. എന്താണ് അദ്ദേഹം? പൊതുവെ പറഞ്ഞാൽ അദ്ദേഹം ഒരു ഭക്ത കവിയായിരുന്നു. ഭക്ത ഇതിനകത്ത് പെട്ട ആളാണല്ലോ സൂർദാസ്. അപ്പം सूरदास मूलतः भक्त है. उनकी भक्ति में कहीं वात्सल्य की झलक है तो कहीं श्रृंगार की. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നും അദ്ദേഹം ഒരു വാത്സല്യം, ചിലർ അമ്മയ്ക്കൊക്കെ തോന്നുന്ന ഒരു വാത്സല്യമില്ല, ഒരു കുട്ടിയോട് തോന്നുന്നത് അതായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കവിതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പദങ്ങളിലൂടെ നമുക്ക് ഫീൽ ചെയ്യാന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭക്തി എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത്? വാത്സല്യ രൂപത്തിലാണ് അദ്ദേഹം പ്രകടിപ്പിക്കാറുള്ളത്. ചിലപ്പോഴോ കഹി ശൃംഗാർക്കി എന്ന് വെച്ചാൽ ചിലപ്പോൾ സ്നേഹത്തിന്റെ പേരിൽ. ഈ വാത്സല്യവും സ്നേഹവും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? വാത്സല്യം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് അമ്മയ്ക്ക് കുട്ടിയോട് തോന്നുന്നത് വാത്സല്യം. ശൃംഗാർ എന്ന് പറയുന്ന ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടൊക്കെ ഒരു കാമുകനോട് തോന്നാം ആ ഒരു ഭാവത്തിന്, ആ ഒരു സ്നേഹത്തെയാണ് നമ്മൾ ശൃംഗാർ എന്ന് പറയുന്നത്. श्रृंगार में भी उन्होंने संयोग और वियोग दोनों का മനോരം വർണ്ണൻ കിയാ ഹെ. എന്താണ് ശൃംഗാറിൽ? ഈ ശൃംഗാരത്തിൽ തന്നെ ആ സ്നേഹം എന്ന് പറയുന്ന അതിൽ ആ ഒരു രീതിയിൽ തന്നെ എന്തൊക്കെയുണ്ട്? സംयोग और വിयोग എന്ന് വെച്ചാൽ എന്താ? സംയോഗം എന്ന് വെച്ചാൽ എന്താ? കൂടിച്ചേരലിന്റെ. വിയോഗം എന്ന് വെച്ചാൽ എന്താ? ഇതറി ബേട്ടാ करके बोला वो ये ना ट्री है ना उधर ही याद में वന്നു. सूर का सारा साहित्य गेय है. वास्तव में उनके पद गाने के लिए लिखे गए हैं. ചില പാടാൻ പറ്റുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പദങ്ങളെല്ലാം എഴുതിയിരുന്നതെന്ന്. उनमें संगीत और साहित्य का अद्भुत मेल हुआ है. ചില അദ്ദേഹത്തിന്റെ ഈ പദങ്ങളിലെല്ലാം എന്താണ്? ഉന്മേ സംഗീത और സാഹിത്യക, സംഗീതമുണ്ട് സാഹിത്യമുണ്ട്. അദ്ദേഹം ആ ഒരു ട്യൂണിൽ നമുക്ക് പാടാൻ സാധിക്കുന്ന ഒരു പാട്ടിന്റെ രൂപത്തിൽ നമുക്ക് പാടാൻ സാധിക്കുന്ന ഒരു ട്യൂൺസ്, സംഗീതവും സാഹിത്യവും എല്ലാം അദ്ദേഹത്തിന്റെ പദങ്ങളിൽ നിറഞ്ഞിരുന്നു എന്ന്. എല്ലാത്തിലും എന്തെഴുതിയോ അതിലെല്ലാം അദ്ഭുത് മേൽ ഹുവാ ഹെ. सूर जितने अच्छे गायक है उतने ही श्रेष्ठ कवि. इस कारण सूर के समांतर दूसरा कवि दूर दूर तक दिखाई नहीं देता. उनके पद सीधे हृदय को छूते हैं. നേരെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം നേരെ ഹൃദയത്തിൽ വന്ന് തറയ്ക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. സൂർ കെ ഭാഷ ബ്രജ് ഹെ. ഭാഷ അപ്പം ഗെയ് എന്ന് പറഞ്ഞാല് ഗാനത്തിന് തുല്യം എന്നാണ്. ഇപ്പൊ ഭാഷ ഏതാണ്? വ്രജ് ഭാഷയാണ് അദ്ദേഹം യൂസ് ചെയ്തിരുന്നത്. സൂർ കി ഭാഷ
ब्रज है, ब्रज भाषाയാണ് सूरदास यूज ചെയ്തത്. उनके पदों में अद्भुत मिठास, मधुरता और कोमलता है. उन्होंने उपमा, उत्प्रेक्षा, उदाहरण, दृष्टांत, रूपक और വക്രോക്തി അലങ്കാരം കാ അത്യന്തം മനോരം പ്രयोग किया है. ഇതൊക്കെ അലങ്കാരങ്ങൾ, നമ്മൾ കവിതകളിൽ യൂസ് ചെയ്യുന്ന അലങ്കാരങ്ങൾ ഈ പറഞ്ഞു വരികില്ല. ഇതെല്ലാം വളരെ നല്ല എന്താ പറയാ അദ്ഭുതമായിട്ടുള്ള രീതിയിൽ അതിനെ പ്രയോഗിച്ചിട്ടുണ്ടെന്ന്. അനുപ്രാസ്തോ ഉനിക്ക് ഹർ പങ്ക്തി മേ ബിഗരാ ബടാ ഹെ, സൂർ സച്മുച്ച് സൂര്യ ഹെ. ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, സൂർദാസ് ഹിന്ദി സാഹിത്യ സൂര്യ കഹാ ജാതാ ഹെ എന്ന്. വീണ്ടും എടുത്തു പറയാണ്, സൂർദാസ് കോ ഹിന്ദി സാഹിത്യ സൂര്യതാന്ന്, സൂര്യന് തുല്യമായിരുന്നു എന്ന്. എല്ലാം അദ്ദേഹത്തിന്റെ പദങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, സംഗീതവും സാഹിത്യവും ഒത്തുചേർന്ന ലാളനയും വാത്സല്യവും പിന്നെ ശൃംഗാരവും അതിൽ വിരഹമുണ്ട്, പിന്നെന്താണ്ടാണത് സംയോഗമുണ്ട്. ഇതെല്ലാം പറയുന്ന അദ്ദേഹത്തിന്റെ പദങ്ങളായിരുന്നു എന്ന്.